കാലത്ത് കണ്ടതാണ്. അതിനുശേഷം ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഞാൻ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഇന്നലത്തെ കേരള നിയമസഭയിലെ പോലീസ് അതിക്രമണത്തെക്കുറിച്ച് ചർച്ചയ്ക്കിടയിൽ LDF അംഗങ്ങളിൽ നിന്നുണ്ടായ ഏകപക്ഷീയമായ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തെ കുറിച്ചുള്ള പരാമർശനങ്ങൾ, ആക്രമണങ്ങൾ അത് കേട്ടപ്പോൾ എന്തെങ്കിലും പറയുന്നത് ശരിയാണെന്ന് തോന്നി. ഞാൻ കേരള രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയിട്ട് 21 വർഷങ്ങൾ പൂർത്തിയായി. 2004 കേരളം വിട്ടതാണ് രാഷ്ട്രീയത്തിൽ നിന്നും. അതിനുശേഷം എന്നെക്കുറിച്ചും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ചും വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട്. ഞാൻ അതിനൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആവശ്യം വന്നാൽ ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോൾ അത്രയും വൈകേണ്ട ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തോന്നില്ല. കഴിഞ്ഞ 21 വർഷമായി LDF എൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രധാനമായി ഉന്നയിക്കുന്ന 2 കാര്യങ്ങൾ ഇന്നലെയും അവർ ശക്തമായി ആവർത്തിച്ചു. ഒന്ന് ശിവഗിരിയാണ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ, കുട്ടിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവനാണ്. ചേർത്തല ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 2 പ്രാവശ്യം ചേർത്തല സ്കൂളിൽ ഗുരുദേവൻ്റെ മഹാസമാധി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒരുമിച്ച് ആചരിക്കുന്നതാണ്. 2 പ്രാവശ്യം ഞാൻ ഗുരുദേവ മഹാസമാധിയുടെ ആചരണ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ചേർത്തല സ്കൂളിൻ്റെ പേര് ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നായിരുന്നു. ഞാൻ പ്രതിപക്ഷ നേതായിരുന്ന എൻ്റെ കാലഘട്ടത്തിൽ ചേർത്തലയിലെ ഒരു സുഹൃത്ത് പഴയ രേഖകളെല്ലാം കാണിച്ച് ചേർത്തല സ്കൂളിൻ്റെ സ്ഥാപനത്തിന് ഗുരുദേവൻ നൽകിയ സംഭാവനകളെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി. ആ കത്ത് സഹിതം ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവായ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PG ജോസഫിനൊരു കത്തയച്ചു. ഉടൻ തന്നെ PG ജോസഫ് എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂളിനെ ചേർത്തല ഗവൺമെൻറ്
ശ്രീനാരായണ ഹൈസ്കൂളിൽ നിന്നാക്കി. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഗുരുസ്വാമികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ആദരപൂർവ്വം നിലപാട് സ്വീകരിച്ചാലാണ്. ശിവഗിരിയിൽ എത്രയോ തവണ കോൺഗ്രസിലുണ്ടായപ്പോൾ, APC ഉണ്ടായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയ കാര്യം നടന്നു. അവിടെ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ, ക്രിമിനൽ നിയമത്തിൽ പതിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. അതും ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടനെയല്ല. ശിവഗിരി ധർമ്മസംഘത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ കാലാകാലങ്ങൾ നടക്കും. ചിലപ്പോൾ ഏകണ്ഠമായി, ചിലപ്പോൾ മത്സരത്തിൽ കൂടി. മത്സരമുണ്ടാകുമ്പോൾ തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗത്തിന് അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു ശിവഗിരിയുടെ പാരമ്പര്യം. പക്ഷെ 95 മാത്രം അത് നടന്നില്ല. തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗക്കാർക്ക് സ്വാമി പ്രകാശാനന്ദ നേതൃത്വം കൊടുക്കുന്ന ഭൂരിപക്ഷ പാനലിന് വിജയിച്ചവർക്ക് അധികാരം കൈമാറാൻ തയ്യാറായില്ല. അവർ പറഞ്ഞ ന്യായം, സ്വാമി പ്രകാശാനന്ദയ്ക്കും കൂട്ടർക്കും ഭരണം കൽപ്പിച്ചാൽ മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശിവഗിരി കായ്വൽക്കരിക്കപ്പെടും. ഇതായിരുന്നു അവർ പ്രകടിപ്പിച്ച ആശങ്ക. പ്രകാശാനന്ദയും കൂട്ടരും ആദ്യം കീഴ്ക്കോടതികളെ സമീപിച്ചു. കീഴ്ക്കോടതികൾ പ്രകാശാനന്ദ സ്വാമികൾക്കും അദ്ദേഹത്തോടൊപ്പം ജയിച്ചവർക്ക് അനുകൂലമായി വിധി എഴുതി. ആമീൻ പോകും. അവിടെ തടസ്സങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, ചില സംഘർഷത്തിന് അന്തരീക്ഷം ഉണ്ടാകും. പോലീസ് ഇടപെടാൻ ഞങ്ങൾ തയ്യാറായില്ല. അവയെ മടങ്ങി വരും. അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ബെഞ്ചിൽ ആ കേസ് വന്നു. 2 ഭാഗവും കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു. ധർമ്മസംഘം തെരഞ്ഞെടുപ്പിൽ സംശയാതീതമായ ഭൂരിപക്ഷം കിട്ടിയത് സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന പാനലിലാണ്. അവർക്ക് അധികാരം കൈമാറ്റം നടത്തിയേ പറ്റൂ. അതിനെ ഗവൺമെൻറ് സഹായിക്കണം, പോലീസ് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞു. ആമീനുമായി പ്രകാശാനന്ദ സ്വാമിയും കൂട്ടരും പോയി. അപ്പോഴും തടസ്സം മടങ്ങിപ്പോയി. രണ്ടാമതും പോയി, അപ്പോഴും തടസ്സം.
മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം പറഞ്ഞു, ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും പ്രകാശാനന്ദ സ്വാമികൾക്ക് അധികാരം കൈമാറണം, അതിന് പോലീസിൻ്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കീഴ്ക്കോടതി വിധി ഉണ്ടായി. ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യവും വിധി കൽപ്പിച്ചു. എല്ലാ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാളുകൾ 3-4 മാസം നടന്നു എതിർക്കുന്നവരെ പിന്തുണപ്പിക്കാൻ വേണ്ടി, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അവർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. മൂന്നാമത്തെ വിധി കഴിഞ്ഞും കുറേ ദിവസം ഞങ്ങൾ കാത്തിരുന്നു, ഏതാനും ആഴ്ച കൂടി. അതിനുശേഷമാണ് നിയമവിദഗ്ധന്മാരുമായിട്ടെല്ലാം ആലോചിച്ച് ഇനി താമസിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബലിയാടാകും, ഗവൺമെൻറ് പ്രതികൂട്ടിലാകും. അങ്ങനെയാണ് നവംബർ മാസത്തിൽ അവിടെ ആമീനുമായി പ്രകാശാനന്ദ സ്വാമികളും അദ്ദേഹത്തിൻ്റെ കൂടി വിജയിച്ചിട്ടും ശിവഗിരിയിലേക്ക് യാത്ര എത്തിച്ചേർന്നു. കൂടെ പോലീസും ഉണ്ടായിരുന്നു. അപ്പോഴും തടസ്സം വന്നു. അവിടെ ഓടിക്കൂടിയവർ പലതരക്കാരാണ്, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഹൈക്കോടതി ഡയറക്ഷനുണ്ട്. അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിൽക്കുന്നവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ 95 ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണമേൽപ്പിച്ചു. അതാണ് ശിവഗിരിയിലുണ്ടായ സംഭവം. അല്ല ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല, ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. അവിടെ ശിവഗിരിയിലെ സ്വാമിമാർ 2 ചേരിയായി തിരിച്ച് ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജയിച്ചവരെ അധികാരം ഏൽപ്പിക്കാൻ മറുഭാഗം അടിച്ചപ്പോൾ ജയിച്ചവർ കോടതിയെ സമീപിച്ചപ്പോൾ കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെൻറ്റിനെ കോടതി ഡയറക്ഷനായി വന്നപ്പോഴാണ് നിയമവാഴ്ച നടപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെൻറ് പോലീസോട് ഇടപെട്ടത്. അതാണ് ഞാനെന്തോ അക്രമം കാണിക്കുമ്പോൾ 21 വർഷമായി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിൽ പോവുകയും ചെയ്തു, പിന്നെ ആരും പറയാനുമില്ല. ഇന്നലെ അവർ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ സംഭവിച്ച് ഞാൻ പറഞ്ഞതാണ്, എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഈ ഗവൺമെൻറ്റിനുള്ളൂ. മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെൻറ് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. സിവിൽ സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് 96 നടന്ന ഇലക്ഷനിൽ വിജയികളായ LDFിൻ്റെ മുഖ്യമന്ത്രി EK നയനാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യമ്പോൾ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, പോലീസ് നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ വിശദമായി ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ, അതിൽ പങ്കെടുത്തവർ, അതിന് ഉത്തരവാദികൾ ആരൊക്കെ, പോലീസ് സെൻട്രൽ ഇതിനെക്കുറിച്ച് എല്ലാം മാസങ്ങൾ നീണ്ടുന്ന അന്വേഷണ ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ആർക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നാണ്.
കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അഭ്യർത്ഥന, നയനാർ ഗവൺമെൻറ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം, അവിടെ എന്താണ് സംഭവിച്ചത്. ഇന്നലെ LDF അംഗങ്ങൾ അസംബ്ലിയിൽ പ്രസംഗിച്ചതുപോലാണോ അത് മറിച്ചാണോ സംഭവിച്ചത്? ആ റിപ്പോർട്ട് ഗവൺമെൻറ് കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല, ഈ ഗവൺമെൻറ് കയ്യിലാണ്. ആ റിപ്പോർട്ടൊന്നും കൂടെ പ്രസിദ്ധീകരിക്കുക. സത്യാന്വേഷികളാകാൻ ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകർ ആ റിപ്പോർട്ട് പരിശോധിക്കുക, ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. രണ്ടാമത്തെ സംഭവം മുത്തങ്ങ സംഭവമാണ്. എൻ്റെ കാലത്ത് നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ, രണ്ട് സംഭവത്തിൽ. ശിവഗിരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട്, മുത്തങ്ങ സംഭവത്തിൽ ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. 2001 ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ എന്നെ ശാശ്വതാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു, അതിനെ കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ശിവഗിരിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ വിളിച്ചോട്ട് പോയി. ശ്യാം യോഗത്തിൽ, ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, കാര്യങ്ങൾ എന്തായാലും എൻ്റെ കാലത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, ഖേദോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തേത് മുത്തങ്ങ സംഭവം, അതും ഇന്നലെ പ്രാപിച്ചു. മുത്തങ്ങ സംഭവം കഴിഞ്ഞിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്, പക്ഷേ അദ്ദേഹം ചിലപ്പോഴൊക്കെ നല്ല കല്ലെടുത്തോടെ പറയും. അദ്ദേഹം പറഞ്ഞു, അസംബ്ലി പ്രസംഗിച്ചതാണ്, ജാക്കാനിലെ പോലീസ് പഞ്ചസാരയും മണ്ണയും ചേർത്ത് ചുട്ട് കരിച്ചു 10 ആദിവാസികളെ. അവിടെ എന്താ സംഭവിച്ചത്? ആദിവാസികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്ത ഞാനാണ്, ഞാൻ നേതാവാണ്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ, വയനാട്ടിലെ സുഗന്ധഗിരി ഉൾപ്പെടെ, പേരാമ്പ്ര എസ്റ്റേറ്റ് ഉൾപ്പെടെ, മലപ്പുറത്ത്, പാലക്കാട്, തൃശ്ശൂര്, ഇടുക്കി, ഇതിൻ്റെ കൂടെ ഫാമിംഗ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള അറളം ഫാം പ്രധാനമന്ത്രി വാജ്പേയിയോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെൻറ് പണം കൊടുത്ത് മേടിച്ച് അതുമാതിരി അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ ഫാമിൻ്റെ സ്ഥിതി എനിക്കറിയത്തില്ല. ഇടുക്കി ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഒരു പ്രദേശം പൂർണ്ണമായും മരുഭൂമിയായി മാറി. ആ മരുഭൂമിയിൽ ജപ്പാന്റെ സഹായത്തോടുകൂടി അഹാഷ് എന്നൊരു പദ്ധതി രൂപീകരിച്ച് ഞാനതിന് തറക്കല്ലിട്ടു. ഞാൻ 3ാമത് മുഖ്യമന്ത്രി ആയപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു. അതുകൂടി ആ പ്രദേശമൊക്കെ ആ തരിശുഭൂമിയിൽ നല്ല അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. എന്നിട്ട് അവസാനം ആദിവാസികളെ ചുട്ടുകരിച്ച പ്രതിനിധിക്കേണ്ടി വന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? മുത്തങ്ങ ദേശീയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, മൃഗസംരക്ഷണത്തിൻ്റെ വന്യമൃഗങ്ങളുടെ സാങ്ച്വറിയാണ്. അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട അടയ്ക്കോ പ്രേരണയിൽ കുറേ ആദിവാസികൾക്ക് കയറി കുടികഴിച്ചു. മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പറയുകയാണ്, നിങ്ങൾ പഴയ അന്നത്തെ വയനാട് ഏഷ്യൻ മാധ്യമം നോക്കണം. എല്ലാ മാധ്യമങ്ങളുടെയും ആ ദിവസങ്ങളുടെ ആദ്യത്തെ വയനാട് ഏഷ്യൻ്റെ പത്രങ്ങൾ നോക്കണം. അവിടെ മുത്തങ്ങയിൽ ആദിവാസികൾ ആദ്യം കയറി കുടികെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ കർഷക സംഘടനകളും, എല്ലാ മാധ്യമങ്ങളും, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, എല്ലാ മാധ്യമങ്ങളും വയനാട് ഏഷ്യൻ പത്രം അവരെ ഇറക്കിവിടണമെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ആക്ഷൻ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം മാറി, രാഷ്ട്രീയ പാർട്ടികളിൽ കുറേ മാറി. അവിടെ സംഘർഷമുണ്ടായി, പോലീസുമായി ഏറ്റുമുട്ടി,
ഒരു ആദിവാസിയും ഒരു പോലീസുകാരനും മരിച്ചു. ഡൽഹിയിൽ നിന്ന് ഒരു ആൾക്കാർ ഓടി അവിടെ വന്നു. അവരുടെ പലരുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഞാൻ ആ സംഭവം രക്ഷിക്കാൻ അന്ന് കേന്ദ്രത്തിൽ വാജ്പേയി പഠിക്കുന്നു, കോൺഗ്രസ് അല്ല, CBI ഒരുമിച്ചു. എനിക്കിവിടെ ഒരു അഭ്യർത്ഥനയുണ്ട്. മുത്തങ്ങ സംഭവത്തെ കുറിച്ച്, പോലീസ് ആക്ഷനെ കുറിച്ച്, ആദിവാസി സമരത്തിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിച്ചതിന് കിട്ടിയ റിപ്പോർട്ടല്ല. അതിലാരെയാണ് കുറ്റപ്പെടുത്തത്, ആർക്കെതിരെയാണ് നടപടി ആവശ്യിച്ചത്? ആ റിപ്പോർട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടൊന്ന് പ്രസിദ്ധീകരിക്കുക, ജനങ്ങൾ അറിയട്ടെ. അവസാനമായൊരു കാര്യം, ഞാൻ 2004 കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചല്ലോ. 21 വർഷമായല്ലോ. അതിനുശേഷം എത്ര ഗവൺമെൻറ് മാറി മാറി വന്നു. ആദ്യം UDF ഗവൺമെൻറ്, UDF ആദ്യം മുതലേ മുത്തങ്ങയിൽ പറ്റില്ല. മുത്തങ്ങ വന്യമൃഗസംഖ്യ വളരെ നിലപാടാണ്. അതുകൊണ്ട് UDFനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതിനുശേഷമുള്ള 15 വർഷക്കാലം VS അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ഗവൺമെൻറ്റുകളാണ്. അവരുടെ കാലത്ത് അന്ന് വന്യമൃഗസംഖ്യത്തിൽ കയറിയ ആദിവാസികളെ ഞാൻ ഇറക്കി വിട്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അന്ന് ആദിവാസികളെ ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്നും എൻവയോൺമെൻറ്റ് മിനിസ്ട്രി കത്ത് കഴിച്ച് കേരള ഗവൺമെൻറ്. തെറ്റാണ് നിങ്ങൾ കാണിക്കുന്നത്. നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഈ കയറ്റം അനുവദിക്കാൻ പാടില്ല. അവർ താക്കീത് കൂടി വന്നതിന് ശേഷമാണ് ആക്ഷൻ ഉണ്ടായത്. അതിനെല്ലാം കുറിച്ച് CBI അന്വേഷണം വന്നു. ആ റിപ്പോർട്ട് ഗവൺമെൻറ് അതൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് 21 വർഷമായി. പിന്നെ മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു. മടങ്ങി ഇവിടെ വന്നെങ്കിലും ഞാനിപ്പോൾ ആക്റ്റീവല്ല, റിട്ടയറല്ല. ആക്റ്റീവല്ല, റിട്ടയറുമല്ല. റിട്ടയർ ചെയ്യാൻ മരണം വരെ റിട്ടയർ ചെയ്തിട്ടില്ല. കാരണം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ട് ഭരിക്കണമെന്നില്ല. ഈ 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെൻറ് മുത്തങ്ങയിൽ എൻ്റെ ഗവൺമെൻറ് ആദിവാസികളെ ഇറക്കുന്നത് തെറ്റാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെൻറ് അവിടെ വീണ്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കുടിൽ കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാധ്യമല്ല. കാരണം അത് നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇല്ലേ വസ്തുത? അത് ഗവൺമെൻറ് ഭാഗം. ഈ അച്യുതാനന്ദൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ ശ്രമിച്ചിട്ടില്ല. 15 വർഷത്തിനുള്ളിൽ LDFൻ്റെ ഭരണം അവർ അവിടെ ആദിവാസികളെ പുനരധിപ്പിക്കാനോ കുടിൽ കെട്ടാനോ അനുവദിച്ചിട്ടില്ല. എനിക്ക് മാത്രം വഴി. പക്ഷെ അവർ 15 വർഷം വെച്ചിട്ടും അവർ ആദിവാസികളെ കൊണ്ടുപോയിട്ടില്ല ഇവിടെ. മറ്റൊന്ന്, ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ദേശീയ വൈൽഡ് സാങ്ച്വറിയിൽ കുടിൽ കെട്ടി, അവിടെ കുടിൽ കെട്ടാൻ വയ്യാത്ത കുടി വെട്ടി ആദിവാസികളുണ്ടല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ആദിവാസി സംഘടന മുത്തങ്ങയിൽ കുടി വെട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആദിവാസി സംഘടന അവിടെ വീണ്ടും ഒരു കുടിൽ കെട്ടൽ സമരമായിട്ട് പോയിട്ടുണ്ടോ? നല്ല സത്യം. ഈ സത്യങ്ങളിൽ ഇരുന്നിട്ടും 21 വർഷമായിട്ട് പിന്നെയും തന്നെ ആവർത്തിക്കുകയാണ്. ഞാനാണെങ്കിൽ ഡൽഹിക്കും പോയി. പിന്നെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല. ഇന്നലെ ഇത് തന്നെ ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് പറയാൻ കാരണം. ഒന്ന്, നയനാർ നിയമിച്ച ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വിടണം. എൻ്റെ കാലത്ത് ഉണ്ടായ CBI എൻക്വയറി, അന്ന് വാജ്പേയിയുടെ ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്. ആ CBI എൻക്വയറിയുടെ വിശദാംശങ്ങൾ ജനസംരക്ഷണം ഇത് 2 മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. മറ്റൊന്നും പറയാനാണ് ഞാൻ വിളിച്ചു കൂട്ടിയത്.
കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതിനിടയിൽ ഒരു UDF സർക്കാർ വന്നപ്പോൾ അങ്ങേക്ക് തന്നെ ആവശ്യപ്പെടാമായിരുന്നു. എനിക്ക് പറയേണ്ട കാര്യമില്ല, അവിടെ നടന്നെന്താ എനിക്കറിയാമല്ലോ. അവിടെ എൻ്റെ ഗവൺമെൻറ് ചെയ്തത് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇലക്ഷൻ ജയിച്ച പ്രകാശാനന്ദ ഇസ്ലാമികൾക്കും കൂട്ടർക്കും അധികാരം കൈമാറണമെന്നുള്ള ജഡ്ജ്മെൻറ്റിന് എനിക്കറിയാം, ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. അന്നത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി ഗോപിനാഥന്റെ ഒരു ആത്മകഥ ഈ അടുത്ത ദിവസം പുറത്തിറങ്ങി. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് SNDP യോഗത്തിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരം ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി അങ്ങയുടെ നടപടി വഞ്ചനാപരമെന്നാണ്. ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും കിടക്കാൻ പോകുന്നില്ല. അതിന് മറുപടി ഇല്ല, ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്. മൊത്തത്തിൽ ഇന്നലെ LDFന്റെ മെമ്പർമാർ അസംബ്ലി ഉൾപ്പെടെ 21 വർഷമായി കേരളത്തിൽ അന്നത്തെ ആക്ഷനെക്കുറിച്ച് നടക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വസ്തുക്കൾ തെറ്റാണെന്ന് എങ്കിൽ പറയട്ടെ ആരെങ്കിലും. ആദ്യമായിട്ടല്ലോ വിമർശനം ഉയരുന്നത്, അതുകൊണ്ട് അങ്ങേക്ക് നേരത്തെ തന്നെ ഇതൊക്കെ ആവശ്യപ്പെടാമായിരുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞാൻ എൻ്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനൊന്ന് മറുപടി പറയാറുള്ളൂ. ഞാൻ അവസാനം എന്നോട് ഒരുപാട് ആത്മകഥ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷന് ശേഷം ചില കാര്യങ്ങളൊക്കെ പറയാൻ ആലോചിച്ചത്. ഇന്നലത്തെ പ്രൊവക്കേഷനോട് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇത് പറയാനുള്ളത്. അല്ലെങ്കിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് ഞാൻ പറയും. രണ്ട് നടപടിയെ സംബന്ധിച്ച് വ്യക്തിപരമായ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഒന്ന് ശിവഗിരി മഠത്തിലുണ്ടായ സംഭവവും മറ്റൊന്ന് ഈ സംഭവവും, ഈ മുത്തങ്ങയിലുള്ള സംഭവം. ഒപ്പം തന്നെ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് മാറാട് കലാപം നടക്കുന്നത്. തമിഴ്നാട് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ കലാപം. അതില് വ്യക്തിപരമായ ദുഃഖമുണ്ടോ? ഞാൻ ഇന്നലെ പോലീസ് മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങയുടെ ചോദ്യം ഞാൻ ഒഴിഞ്ഞു പറഞ്ഞില്ല. പക്ഷേ ഇന്നലത്തെ ചർച്ചയാണ് പറഞ്ഞത്. മാറാടിനെ കുറിച്ചും എൻ്റെ കാലത്ത് ജുഡീഷ്യൽ എൻക്വയറി വെച്ചിട്ടുണ്ട്. ആ ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ട് ഗവൺമെൻറ്റിലുണ്ട്. എന്താണ് മാറാട് നടന്നത് ആ റിപ്പോർട്ടും പുറത്തു കൊടുക്കും. എൻ്റെ എൻ്റെ കാലത്ത് നടത്തുന്ന എല്ലാ ഇതുപോലുള്ള ആക്ഷൻസ് എല്ലാം ദുഃഖം ചെയ്യും. പക്ഷെ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അവർക്ക് ചില കടമകളുണ്ട്, കടമ നിർവഹിക്കേണ്ടി വരും. അധികാരത്തിലിരിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോഴത്തെ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ അയ്യപ്പ സംഘം നടക്കാൻ പോകില്ലേ, പമ്പ മുതൽ മരക്കൂട്ടം വരെ വനിതകളെ കൊണ്ടുപോയി നടത്തിയ ആൾക്കാരല്ലേ. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത്തരം വിവാദങ്ങളിൽ ഈ സഭയില് ഈ പറഞ്ഞ ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഒന്ന് അടിയന്തരാവസ്ഥ കാലമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ഈ ശേഷം ഈ കാരണത്തിന് ശേഷം അന്ന് മുഖ്യമന്ത്രി ഇച്ചിര വാര്യർ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇന്ന് കുഞ്ഞിരാമൻ മേനോനെ നിയമിക്കണമെന്ന കാര്യം അങ്ങയോട് വന്ന് അഭ്യർത്ഥിച്ചു. ആ കേസ് കോയമ്പത്തൂർ കോടതിയിൽ പരാജയപ്പെട്ടു പോയി. അതിൽ അങ്ങ് ഇപ്പോഴും ആരോപണ മുന്നിലാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി പരാമർശിച്ചു. അപ്പൊ മാറാട്ട് മുത്തങ്ങയിൽ മാത്രമല്ല സാർ, അന്ന് ആഭ്യന്തര ഉപദ്രവ ആയപ്പോൾ സമാനമായ നിരവധി ആരോപണങ്ങളുണ്ട്. പറയട്ടെ, എന്നെ പ്രോവോക്കിക്കേണ്ടതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ ആവശ്യമായിരിക്കും. പത്രക്കാരന് അപ്പുറത്തെ രാഷ്ട്രീയമുണ്ടല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ഈ രണ്ട് വിഷയങ്ങളൊക്കെ പറയുന്നുള്ളൂ. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ശിവഗിരിയും മുത്തങ്ങയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. രണ്ട് കോടതി വിധിയെ തുടർന്നാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് കോടതി വിധി ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ നടപടി ഉണ്ടായതെന്ന് പറഞ്ഞാൽ അന്ന് പോലീസ് നടത്തിയ ആ നടപടികളെ ന്യായീകരിക്കുകയാണ്. ആ നടപടികളിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ നയനാർ നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് CBIയുടെ എൻക്വയറി റിപ്പോർട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. 21 വർഷമായി ദില്ലിയിലാണ്. താൻ ദില്ലിയിലേക്ക് പോയി ആവർത്തിച്ച് പറഞ്ഞൊരു പോയിന്റാണ്. ഇന്നലത്തെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാണ് താനൊന്ന് പോയി മറുപടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന്. അതായത് ഇതൊക്കെ അറിയാമായിരുന്ന കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അംഗങ്ങളുമായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ട സമയത്ത് മറുപടി പറഞ്ഞ പരാതിയുള്ളൂ. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു
ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്റെ അവസാനത്തെ പ്രശ്നമാണ്. പക്ഷേ ഇന്നലെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി ഇന്നലെ പോലീസിന്റെ അതിക്രമങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയിൽ ഭരണകക്ഷി അംഗങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് അതിശക്തമായ മറുപടി 21 വർഷങ്ങൾക്ക് ശേഷം അങ്ങേക്ക് തന്നെ വന്നിട്ട് പ്രതിരോധം തീർക്കേണ്ടി വരുന്നതുകൊണ്ടാണ് പാർട്ടി ഇത്ര ഷാർപ്പായി ഇന്നലെ സഭയിൽ പ്രതിരോധിച്ചില്ല അങ്ങേ. ഈ റിപ്പോർട്ടിന്റെ കാര്യം ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന് തന്നെ പറയാറില്ല. അങ്ങ് ഈ മൂന്നാമത്തെ റിപ്പോർട്ട് പറഞ്ഞു. ഈ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് എന്തുകൊണ്ട് വലിയ ദുഃഖമാണല്ലേ? ഇല്ല സ്വാഭാവികമായുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കട്ടെ. ഈ പറഞ്ഞ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് വലിയ ദുഃഖമാണ്. ഇന്ന് ഞാൻ ഈ രണ്ട് വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എന്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസ് അല്ല. എന്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസ് അല്ല. ഇല്ല, അങ്ങനെ കോൺഗ്രസിൽ അങ്ങനെ ആഗ്രഹിക്കുന്നത് ആരുമില്ല. അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കാണാമെന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെയും ഒക്കെ പ്രതിപക്ഷത്തിന്റെ പ്രകടനം കണ്ടപ്പോൾ അങ്ങനെ വരേണ്ടി വരില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ നേരത്തെ വന്നത്? അതല്ല, എന്നോട് ഒരുപാട് പേര് അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ. എന്നോടും നിങ്ങളിൽ കൊടുത്ത പല ആൾക്കാരും ഒരുപാട് നിരന്തരമായി ഇവിടെയും ഡൽഹിയിലും എന്നോട് ആത്മഹത്യ പറയും. ഞാൻ പ്രതിരോധ മന്ത്രിയായിരുന്നു ഇന്ത്യയിൽ തീർച്ചയായും. ഞാൻ അവരോട് ആലോചിച്ചപ്പോൾ ആത്മഹത്യ പറയുമ്പോൾ തുറന്നു പറയണത്. അപ്പോൾ ചില അപ്രിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നാൽ, എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, 85 വയസ്സായി, അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പൊതുജീവിതത്തെക്കുറിച്ചുള്ള ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പാർട്ടി നേതാക്കൾക്കെതിരെ വരെ വിമർശനം ഉണ്ടാകും. അതുകൊണ്ടാണ് അടുത്ത നിയമസഭ കഴിയുന്നത് വരെ കാത്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഉള്ളടക്കം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺക്ലൂഷനെ നിങ്ങൾ മത്സരിക്കുക. റേറ്റിങ്ങിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് മസാലകൾ വേണം. അതൊക്കെ എൻ്റെ കോൺട്രിബ്യൂഷൻ വേണം. വളരെ സെൽഫിഷ് ആണെന്ന് തോന്നുന്നു. കാരണം കോൺഗ്രസ് ഈ കാലങ്ങളിലൊക്കെ വലിയ ആക്രമണം നേരിട്ടുണ്ട്, വലിയ പ്രതിരോധത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോഴൊന്നും കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ അങ്ങയുടെ ഇമേജ് മോശമാകുമെന്ന് മനസ്സിലായപ്പോ തോന്നിയപ്പോൾ അങ്ങ് പ്രതിരോധിക്കാൻ പറ്റുന്നു. അത് സെൽഫിഷസ് അല്ലേ? താങ്കൾ പത്രപ്രവർത്തനം എത്രമായി? കുറച്ചാളായി. എന്റെ പുസ്തകമസ്ഥയിലും ഒരുപാട് പുസ്തകങ്ങൾ കഴിഞ്ഞ 14 ലക്ഷത്തിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് എന്റെ പുസ്തകം ശ്രദ്ധിച്ചു. എന്റെ ഇമേജിലൂട്ടിയാണ് അല്ല ഇപ്പൊ ചോദിക്കാൻ പറഞ്ഞ പോയിന്റ് ഉത്തരം. അന്ന് ഞാൻ ചാനലുകളോടെല്ലാം ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം എല്ലാവരോടും ഒരുമിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടക്കുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് ആണോ? അന്നത്തെ പറയാം. അന്ന് ഞാൻ പ്രശ്നം ഇനിയും ഞാൻ പാർട്ടിക്ക് ആവശ്യം ഇലക്ഷൻ വരുമ്പോൾ ഞാൻ പറയും. മാത്രം പാർട്ടിക്ക് ആവശ്യം വരുള്ളൂ. ഇപ്പൊ തന്നെ അങ്ങയുടെ പാർട്ടി ഒരു യുവ നേതാവിനെതിരെ വലിയ ആരോപണങ്ങളുണ്ട്. നിങ്ങൾ അങ്ങോട്ടുള്ള എന്നെ കൊണ്ടുകൊണ്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. പറഞ്ഞു കഴിയട്ടെ, ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ കടന്നിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, കേരളത്തിലെ പ്രതിപക്ഷം ഒഴിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഏകണ്ഠമായി അവർക്കൊരു നേതാവേ ഉള്ളൂ, രാഹുൽ ഗാന്ധി. അവിടെ മരിത്തിരിക്കുക. മനസ്സിലായല്ലോ? രാഹുൽ ഗാന്ധി രാഹുൽ മാക്കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് മറുപടി പറയാതെ ഒന്നും നേരെ വന്ന ഒരു കാര്യത്തിൽ മാത്രം മറുപടി പറയുന്നത് ശരിയാണ്.
എൻ്റെ അഭിപ്രായം ഇതാണ്, എനിക്ക് പറയാനുള്ളൂ. അല്ല, എന്നാലും പാർട്ടി നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഈ പാർട്ടി നേതാക്കൾക്ക് ഒരു കാര്യമുണ്ട്, രണ്ട് കാര്യങ്ങൾ. മാറാടും ഇവിടെ കുത്തങ്ങയിലും നടന്നത് ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടിയാണ്. അതായത് ഹൈക്കോടതിയുടെ നിരന്തരമായ സമ്മർദ്ദം, യൂണിയൻ മിനിസ്ട്രിയുടെ സമ്മർദ്ദം. പക്ഷെ അവിടെ പോലീസ് അട്രോസിറ്റി ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് ഞാൻ വേറെ വസതി പറയാം, വേറെ വസതി പറയാം, ഇന്ന് പറയുന്നില്ല. ഇന്ന് ഇന്നലെ അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോൾ 2 പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൂ. അത് ഞാൻ നിയമസഭയിൽ നടന്ന ചർച്ച പോലീസിന്റെ ഭീകരവാദത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പൊ സാറ് പറയുന്നത് ഇന്ന് പറയുന്നു മുത്തങ്ങയിലും ശിവഗിരിയിലും നടന്നത് തീർത്തും നിയമപരമായിട്ടുള്ള കമ്പൽഷന്റെ പുറത്താണ് ഗവൺമെന്റ് അങ്ങനെ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്. പക്ഷെ അവിടെ നടന്നത് പോലീസ് അട്രോസിറ്റി ആണെന്ന് ഇപ്പം സമ്മതിക്കുന്നുണ്ടോ എന്നില്ല. ഞാൻ അതിനാണ് പറഞ്ഞത്, അവിടെ നടന്ന പോലീസ് ആക്ഷനെ കുറിച്ച് ഒന്ന് നയനാർ ഗവൺമെന്റ് കാലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കൂ. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അത് പോലീസ് അട്രോസിറ്റി ആണെന്ന് അന്നത്തെ മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ല എന്നതാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കാലത്ത് ഏതെല്ലാം പ്രദേശങ്ങളിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് സന്തുഷ്ടനല്ല, ദുഃഖിക്കുന്നതിനാണ്. സന്തോഷിക്കുന്നതിനല്ല. ആളുകളുടെ ചോര കണ്ട് സന്തോഷിക്കുന്നതിനല്ലേ. താങ്കൾ ഇങ്ങനെ കോടതിയിൽ ക്രിമിനൽ കേസിൽ ആൾക്കാരെ പ്രോസിക്യൂഷൻ ചെയ്യുന്ന പോലെ തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും സന്ദർഭത്തിൽ? ഈ 2 കാര്യത്തിനകത്ത് പോലീസിന്റെ നടപടി ഉണ്ടായി, കോടതി നിർദ്ദേശപ്രകാരമാണ്. ജീവിതത്തിൽ ശരികളും തെറ്റുകളും ധാരാളമുണ്ട്. അതിൻ്റെ ആകത്ത് കിടക്കുന്ന ഇപ്പോഴല്ല. സാറേ, അനുബന്ധമായിട്ട് അതായത് ശിവഗിരിയിലും മുത്തങ്ങയിലും 2 കാര്യങ്ങളാണ്. ശിവഗിരിയിൽ ഒരു ആത്മീയ കേന്ദ്രത്തിൽ അതിക്രമം സംഭവിച്ചു, പോലീസിന്റെ ഭാഗത്ത് സംഘർഷമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുത്തങ്ങയിൽ ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കേവലം ഒരു പോലീസ് ആക്ഷൻ മാത്രം പറഞ്ഞ് സാറിന് ദുഃഖം പങ്കുവയ്ക്കാൻ കഴിയുമോ? അതേപറ്റി നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ സഹായിക്കത്തില്ലല്ലോ. എനിക്ക് പറയാനല്ലേ പറയാൻ പറ്റുള്ളൂ. പോലീസ് അതിക്രമം സംഭവിച്ചിട്ടില്ലേ? ശിവഗിരിയിൽ നടന്നതിന് ഒരു പോലീസ് അതിക്രമമായി അത് കാണുന്നുണ്ടോ ഇല്ലയോ കാര്യം. ഒരു ആത്മീയ സ്ഥലത്ത് ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടത് എന്നുള്ളതാണ്. ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ഞാനല്ല, ഈ കെ നയനാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. അതിന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം. ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. 7 പ്രാവശ്യം ആമീനെ പറഞ്ഞയച്ചു. 7 പ്രാവശ്യം അമീനെ പറഞ്ഞേക്കുന്നല്ലേ. അവിടെ പോലീസ് ഇതുപോലത്തെ ഒരു ആത്മീയമായ ഒരു കേന്ദ്രത്തിൽ പോലീസ് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇഷ്യൂ. അതാണ് അന്ന് ഉയർന്നത്. അങ്ങനെയുള്ള പേരിൽ ഇപ്പോഴും നിൽക്കുന്ന ആരോപണം അതാണ്. അപ്പൊ അതിനാണ് ഇതുവരെ കൃത്യമായി മറുപടി പറയാറ്. അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ സ്റ്റാൻഡല്ല, ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരെ വെച്ചത് നയനാരാണ്. ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ ആദ്യം വായിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു. അവിടെ പലതരം ആളുകൾ ഓടിക്കൂടി എന്ന് പറഞ്ഞു. അതിൽ പുറത്തുള്ള ആളുകളോ ഗുണ്ടകളോ അങ്ങനെയൊക്കെ പോലീസ് നടപടികളോ? ഞാൻ പറയാൻ ഉദ്ദേശിച്ച് അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം നേരത്തെ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യത്തിലുണ്ട്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന താങ്കളുടെ പേരിലുള്ള ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. താങ്കൾക്ക് ആ എ ഗ്രൂപ്പ് പത്രപ്രവർത്തനം എത്ര കൊല്ലായി? ഞാൻ 25 വർഷം. ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ടാണ് 20 വർഷം കഴിഞ്ഞു. ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ട് 20 വർഷം കഴിഞ്ഞു. ചെറിയ ഫിലിപ്പിന്റെ ഭാഷയിൽ കാതൂട്ടാണ്ട് കഴിഞ്ഞു. കോൺഗ്രസിനൊരു പ്രതിസന്ധിയില്ല. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ആരും സാധിക്കും. സാറിപ്പോ കോൺഗ്രസിന്റെ ഒരു രക്ഷകനായിട്ട് വന്നതാണോ? ഇന്ന് കോൺഗ്രസിന്റെ രക്ഷക വേഷത്തിൽ വന്നതാണ്. സാധാരണ പ്രവർത്തകരാണ്.
പത്രസമ്മേളനം കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? കോൺഗ്രസിന് ശക്തരായ നേതാക്കന്മാർ ഇന്ന് സംവിധാനം നടത്തുന്നുണ്ട്, അതിശക്തരായ നേതാക്കന്മാരുണ്ട്. ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെയും പ്രസംഗം എത്ര ശക്തമായ പ്രസംഗമാണ്. പ്രസംഗത്തെ